നെൽപ്പാടങ്ങളുടെ നടുവിലൂടെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ആ വരമ്പ് കണ്ടില്ലേ? ചേർന്ന തോട്ടിലൂടെ മഴവെള്ളം കുത്തി ഒലിക്കുന്നുമുണ്ട്. തോട് കടക്കാനുള്ളതാണ് ഈ മരപ്പാലം. ഈ വരമ്പിലൂടെ പോകുന്നവർ വരമ്പ് വയ്ക്കാനോ കളപറിക്കാനോ പോകുന്ന കർഷകരല്ല. ഇവരാരും ഈ നാട്ടുകാരേ അല്ല. പിന്നെന്തിനാ ഈ പെരുമഴയിൽ എന്നല്ലേ? നമുക്കും പോകാം ഇവരുടെ കൂടെ. ദാ ആ മുള കൊണ്ടുള്ള വേലി കടന്നാൽ പിന്നെ നമുക്ക് കുറെ പിന്നോട്ട് നടക്കാം, ഒരു ചരിത്ര സ്മാരകത്തിലേക്ക്. കേലാടി രാജാക്കന്മാരുടെയും മറാത്ത ചക്രവർത്തിമാരുടെയും ഒടുവിൽ മൈസൂർ സുൽത്താൻമാരുടെയും കുതിരക്കുളമ്പടികൾ പതിഞ്ഞ ആ രാജപാതയിലൂടെ. ഇത് കാവലെ ദുർഗ കോട്ട. കോട്ടയും രാജമന്ദിരങ്ങളും നിലനിന്നിരുന്ന ഒരു കുന്നിൻ മുകളിലേക്കുള്ള പാതയാണിത്. ഇന്നിവിടെ ഈ മൺസൂൺ കാലത്ത് ഏറ്റവും ശക്തമായ മഴയാണ്. മലമുകളിൽ നിന്ന് കുത്തിയൊഴുകി വരുന്ന ജലപാത മുറിച്ചു വേണം മുകളിലെത്താൻ. എവിടെ നോക്കിയാലും ജലധാരകൾ, ചുറ്റും അതിനിബിഡമായ വനം. ഒന്നാം കവാടം കടക്കുമ്പോഴേ അവശിഷ്ടങ്ങൾ കണ്ടു തുടങ്ങും. അടുത്ത പടിയിൽ ആദ്യം കാണുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രം. മൊത്തം കരിങ്കല്ലിൽ കൊത്തിയെടുത്ത അതിശയകരമായ ശില്പചാതുരിയുള്ള ക്ഷേത്രം. ഇനിയും അല്പം നടക്കാം. അതാ ആ പാറയുടെ മുകളിൽ കാലത്തെയും കാലാവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൽക്കോവിൽ. ഇത് ദുർഗ, കാവലെ ദുർഗ. കനത്ത കോടമഞ്ഞും മഴയും മാറി മാറി അഭിഷേകം ചെയ്യുന്ന അത്യാനന്ദകരമായൊരു കാഴ്ച ഇവിടെ നിന്നാൽ കാണാം. അല്പദൂരം കൂടി മുകളിലേക്ക് നടന്നാൽ കാണാം രാജകൊട്ടാരത്തിൻ്റെ അന്തഃപുരങ്ങളുടെ അവശിഷ്ടങ്ങൾ. 16 കെട്ടിന് സമാനമായ തറകൾ, തലങ്ങും വിലങ്ങും വീണ് കിടക്കുന്ന കരിങ്കൽ തൂണുകൾ. അവയ്ക്കിടയിലൂടെ നടന്നെത്തുന്നത് മനോഹരമായ ഒരു കുളത്തിൻ്റെ കരയിലും. ഈ കോട്ട പല കാലങ്ങളിലായി പുതുക്കി പണിയുകയും ആക്രമണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ടത്രേ. 18-ാം നൂറ്റാണ്ടിലാണ് തകർച്ച പൂർണ്ണമാവുന്നത്. മൈസൂർ സുൽത്താനായ ഹൈദരാലിയായിരുന്നു അത്രേ ആ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഇത്തരമൊരു ചരിത്ര സ്മാരകം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ കൈകാര്യം ചെയ്യുക? ഒരു നടപ്പാത പോലുമില്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ. ചരിത്രത്തോടുള്ള അവഗണനയാണോ എന്ന് സംശയിച്ചു പോയി. കയറി ഇറങ്ങി വരുന്നവർക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഭാഗ്യവശാൽ 2 പെട്ടിക്കടകൾ ഇവിടെ ഉണ്ട്. പ്രകൃതിയുടെ പച്ചപ്പും ചരിത്രത്തിൻ്റെ നിശബ്ദതയും മഴയുടെ ഇരമ്പവും സംഗമിക്കുന്ന ഈ ഭൂമി പൂർവകാല സഞ്ചാരത്തിൻ്റെ അപൂർവമായ ഒരനുഭവമാണ് നമുക്ക് നൽകുന്നത്. കാവലെ ദുർഗ ഒരു കോട്ടയുടെ മാത്രമല്ല, ഒരു ഇതിഹാസത്തിൻ്റെ കാവൽക്കാരൻ കൂടിയാണ്.